Hi all, magic morning. ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാവരും മെഡിറ്റേഷനിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്യുക. നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മാജിക് മോർണിംഗ് വിഷസ് ഒക്കെ ഒന്ന് അറിയിക്കുക എല്ലാവരുടെ അടുത്തും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം എല്ലാ മണ്ടേയും ഞാൻ പറയുന്ന പോലെ തന്നെ ഇന്ന് നമുക്കൊരു വീക്ക് സ്റ്റാർട്ടിങ് ആണ് അല്ലേ? അപ്പൊ അതിൻ്റെതായ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീക്കിലേക്കുള്ള ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? എല്ലാവരും ചെയ്തതാണല്ലോ. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ഇന്ന് നിങ്ങൾക്കറിയാം വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇന്ന് പ്രവീണ മാമിന്റെ സെഷൻ ആണ്. സോ മാമിന്റെ ടോപ്പിക് ശ്രദ്ധിച്ചവരുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് ടോപ്പിക്? ശ്രദ്ധിച്ചവരുണ്ടോ? ഫോർ urgency. ഓക്കെ, താങ്ക് യു ഉണ്ണികൃഷ്ണൻ സർ. ഓക്കെ, സെൻസ് ഓഫ് അർജൻസി എന്ന ടോപ്പിക്കാണ് മാം ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റിംഗിലായിരിക്കും. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു മുഫീദ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഒരു പക്ഷേ ഈ വീക്കെൻഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കൊക്കെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യം ഈ വീക്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് ഇതൊന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് കേട്ട് നോക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ ടോപ്പിക് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റും കഴിഞ്ഞ ആഴ്ച ഏത് ടോപ്പിക്കാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്? ഞാൻ ആ ടോപ്പിക് എടുക്കുമ്പോൾ പറഞ്ഞു തരുന്നൊരു ഗ്രൂ കൂടി തരാം. അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടോ എന്ന് തിരിച്ചറിയേണ്ടത് കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. യെസ്, ഫിനിഷ് മാനിയ അല്ലെ? ഒരു കാര്യം തീർക്കാനുള്ള ഒരു തിരക്ക്, അത് ഒരു തരം സൈക്കോളജിക്കൽ ഡിസീസ് എന്ന് തന്നെയാണ് പറയുന്നത്. എന്ത് കാര്യവും ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ചെയ്തു തീർക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഓട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തന്നെ. നമ്മുടെ ജീവിതം പോലും എനിക്ക് തന്നെ ജീവിച്ച് തീർക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് എല്ലാവരും ഓടുന്നത്. ആ ഒരു ഫിനിഷ് മാനിയോട് നമുക്ക് ചേർത്ത് വെച്ച് പറയാൻ പറ്റുന്ന മറ്റൊരു ടോപ്പിക്കാണ് സെൻസ് ഓഫ് ഏർജൻസി. ഈ സെൻസ് ഓഫ് ഏർജൻസി നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഇത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അതിലേക്ക് കണക്ട് ചെയ്തത് മറ്റൊരു കാര്യമാണ്. സൈക്കോളജിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: സക്സസ്ഫുൾ പീപ്പിൾ, അതായത് വിജയങ്ങൾ നേടിയവർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാവുന്ന ഒരു ക്വാളിറ്റിയാണ് അത്രേ ഈ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. അവർ ഓരോ വിഷയം നേടിക്കഴിയുമ്പോൾ അവർക്കൊരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ഉള്ളത് കൊണ്ടാണ് അവരെ ഓരോ വിജയങ്ങളും നേടിയെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരെ മുന്നോട്ട് നയിക്കുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്നാണ് പറയുന്നത്. ഒരു പുഴ ഒഴുകുന്നത് പോലെ അവരതിനെ സ്വീകരിക്കുന്നത് കൊണ്ടാണ് അത്രേ അവർക്ക് സക്സസ്ഫുൾ പീപ്പിൾ ആയിട്ട് ജീവിതം മുഴുവൻ മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നത്. ഒരു പക്ഷെ അത്തരം വ്യക്തികൾ എപ്പോഴും പറയുന്നുണ്ടായിരിക്കും, എപ്പോഴും ഹാപ്പി ആയിരിക്കും. അവരെ ജീവിതത്തെ വളരെ സന്തോഷത്തോടു കൂടി അവർ നേടിയെടുക്കുന്ന അവരുടെ കുടുംബമാണെങ്കിലും ഒക്കെ വല്ലാതെ സന്തോഷത്തോടു കൂടിയിട്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അവർക്ക് റിസ്കുകൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അവരെ പരീക്ഷിക്കുന്ന പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവില്ലേ ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. അതെല്ലാവർക്കും ഉള്ളതുപോലെ ജീവിക്കുമ്പോൾ അത് സ്വാഭാവികമാണ്. പക്ഷെ അവർ സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലൂടെ കടന്നു പോകുമ്പോഴാണ് അവർക്ക് അത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഈ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്ന് ചോദിച്ചാൽ, ഇതൊരു ഹയസ്റ്റ് ഹ്യൂമൻ സ്റ്റേറ്റ് ഓഫ് പെർഫോമൻസ് എന്നാണ് പറയുന്നത്. നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിരുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും നന്നായിട്ട് ജീവിതത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ എന്ന് പറയണമെങ്കിൽ ഇതിനെ പറയാം. അതായത് അവരുടെ ഒരു ഹയസ്റ്റ് പെർഫോമൻസ് അവർ എന്തിനെ നേരിടുമ്പോഴും അത് വല്ലാത്തൊരു ഊർജത്തോട് കൂടിയിട്ടാണ് നേരിടുന്നത്. ഒരു അവസരം, ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവരെ പരീക്ഷിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ പോലും ഈ സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിൽ കൂടെ അവർ ഏറ്റെടുക്കുന്നത് കാണാം വളരെ സമാധാനത്തോടു കൂടി. ഇത് അച്ചീവ് ചെയ്യാൻ എന്ത് വേണം ചോദിച്ചാൽ, ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്കും ഒരു സ്റ്റേറ്റ് ഓഫ് ഏർജൻസി വേണമെന്നാണ് പറയുന്നത്. ഈ ജീവിതത്തിലെ ഒരു പുഴ ഒഴുകുന്നത് പോലെ പുഴ ശാന്തമായിട്ട് ഒഴുകുന്ന സമയത്ത് കാണുമ്പോൾ വളരെ ഭംഗിയാണല്ലോ. ഇവിടെയൊക്കെ കൂടുതൽ ഞാൻ ജോലി ചെയ്ത സ്ഥലത്തൊക്കെ പെരിയാറാണ് കൂടുതലുള്ളത്. കാണാൻ വളരെ ഭംഗിയാണ്. ശാന്തമായിട്ട് ഒഴുകുന്ന പുഴയാണ് പെരിയാർ.
പക്ഷെ അതിന്റെ താഴെ ഒരുപാട് ചുഴികൾ കിടക്കുന്നു. അതായത് ആ ഒഴുക്കില് താഴെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ചുഴികളുള്ള പുഴയാണ്. കാരണം നന്നായിട്ട് നീന്തൽ അറിയുന്നവർക്ക് പോലും പെരിയാർ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം എന്നാണ് പറയുന്നത്. അപ്പൊ ജീവിതത്തിൽ ഒരുപാട് ചുഴികൾ ഉണ്ടെങ്കിൽ പോലും ഈ പെരിയാർ ഒഴുകുന്നത് പോലെ ശാന്തമായിട്ട് ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കണമെങ്കിൽ നമുക്കൊരു സ്റ്റേറ്റ് ഓഫ് ഏർജൻസി വേണം എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ് ഓഫ് ഏർജൻസി ഏതൊക്കെ ഘട്ടങ്ങളിലാണ് വേണ്ടതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താം. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഒരു കുട്ടി ഒരു 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് പാരന്റ്സിന് ആകെ അവധിയാണ്. ഓ, എന്റെ കുഞ്ഞ് 10ാം ക്ലാസ്സിലാണ്, അവൾ ഇപ്രാവശ്യം നന്നായിട്ട് മാർക്ക് കിട്ടണം, നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് പോകണം. ഇത്തരത്തിലുള്ള ചിന്തകൾ ഒരുപാട് പാരന്റ്സിനെ അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അധ്യാപകർക്കും ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഒരു +2, അതായത് +1 +2 സെക്കൻഡ് ഇയർ വരുമ്പോൾ ഒരു ഭയങ്കര ടെൻഷനാണ്. അതേപോലെ 10ാം ക്ലാസ്സിലെ കുട്ടികളെ മാനേജ് ചെയ്യുന്നത് വളരെ ടെൻഷനോട് കൂടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇത് ഒരു ഫിനിഷ് മാനുവൽ പെടുത്താവുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഓർത്ത് ആവലാതിപ്പെടുക, അല്ലെങ്കിൽ ആ വർഷം 10ാം ക്ലാസ്സിൽ റിസൾട്ട് എന്താകും എന്നാലോചിച്ച് അത് എത്രയും പെട്ടെന്ന് അറിയണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിലേക്ക് എത്തിക്കാനുള്ള ഒരു പുറപ്പാടാണ് പലപ്പോഴും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഉണ്ട്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു ജോലിക്ക് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എപ്പോഴും പറയുന്നത് കേൾക്കാം, ഓ ഈ ജോലി എന്ന് കിട്ടുമാവും, അവർക്ക് എത്രയും പെട്ടെന്ന് ഈ ജോലി കിട്ടിയാൽ മതി. അവിടെ ഫിനിഷ് മാനിയാണ്. ഈ സ്റ്റേറ്റ് ഓഫ് ഏർജൻസി ഇല്ല, ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ഇല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വീട്ടിലാണെങ്കിലും ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് തീർക്കണമെങ്കിൽ അവിടെ ഫിനിഷ് മാനിയാണ്, ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ഇല്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഏർജൻസി ഇല്ല. അവിടെ ഉള്ളത് ഫിനിഷ് മാനിയാണ്. ഇനി ഒരു വിവാഹപ്രായമായ കുട്ടികളൊക്കെ ആണെങ്കിൽ പലപ്പോഴും പാരന്റ്സ് പറയുന്നത് ഇങ്ങനെയാണ്, ഓ വിവാഹം നിശ്ചയിച്ചു എന്ന് തന്നെ ഇത് ഒന്ന് ഭംഗിയായിട്ട് നടന്നാൽ മതിയായിരുന്നു, ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു, എത്രയും പെട്ടെന്ന് ഒന്ന് ഭംഗി, എപ്പോഴും ഇത് എന്നെ പൂർത്തിയായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന ഫിനിഷ് മാനിയയിലൂടെയാണ് നമ്മൾ എപ്പോഴും എല്ലായ്പ്പോഴും കടന്നു പോകുന്നത്. ഇതൊന്നും കഴിഞ്ഞാൽ മതി, ഒരു മഴ പെയ്യുമ്പോൾ ഓ ഇതൊന്ന് തീർന്നിട്ട് വേണം അത് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വെയിൽ വരുമ്പോ ഇത് എല്ലാത്തിനും എവിടെ നിങ്ങൾ വേണമെങ്കിലും നോക്കിക്കോളൂ. എന്തിനാണ് ഈ ഓരോ ഇത്തരത്തിലുള്ള ജീവിതവുമായിട്ടുള്ള എക്സാമ്പിൾസ് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഇത് എവിടെയാണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് അറിയാത്തൊരു അവസ്ഥയിലൂടെയാണ് പലപ്പോഴും കടന്നു പോകുന്നത്. ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ? ഒട്ടുമില്ല. പക്ഷെ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യണം? ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ കണ്ടെത്തണം എന്നുള്ളതാണ് സൈക്കോളജി പറയുന്നത്. എനിക്ക് മാറ്റങ്ങൾ വരണമെങ്കിൽ ഞാൻ എവിടെയാണ് ബ്ലോക്ക് ആവുന്നത് കണ്ടുപിടിക്കണം. അവിടെ വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോ വേണം, ഒരു സ്റ്റേറ്റ് ഓഫ് ഏർജൻസി വേണം. അവിടെ ഫിനിഷ് മാനിയ ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ ബുദ്ധിമുട്ടാണെന്നാണ് സൈക്കോളജി പറയുന്നത്. ഇനി ഇത്തരം ഘട്ടങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് രാവിലെ ജോലിക്ക് പോകും, ഓ ഇന്ന് വൈകുന്നേരം ഒന്ന് ആയി കിട്ടിയാൽ മതിയായിരുന്നു, വൈകുന്നേരം ചിലപ്പോൾ എന്തെങ്കിലും നല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടായോ, അപ്പോൾ നമുക്ക് അവിടേക്ക് എത്തിക്കിട്ടാനാണ് ഒരു തിടുക്കം. ആ ദിവസത്തിലൂടെ ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലൂടെ കടന്നു പോകണമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. എന്നാൽ ഈ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഏർജൻസി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫിനിഷ് മാനിയെ കണ്ടെത്തണം. ഈ ഫിനിഷ് മാനിയെ കണ്ടെത്തണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിനെ കുറിച്ച് ആവശ്യമില്ലാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആക്ഷൻ എടുക്കുന്നത് വളരെ കുറവാണ്. എന്നാൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഏർജൻസി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു കാര്യം പൂർത്തീകരിക്കാൻ ഒരുപാട് സ്റ്റെപ്പുകൾ എടുക്കും. അതായത് അവർ കുറെ ആക്ഷനിലൂടെയാണ് അവർ ടേക്ക് ആക്ഷൻ എന്നാണ്, പെട്ടെന്ന് തന്നെ അതിനൊരു ആക്ഷനിലൂടെ കടന്നു പോകും. ഒരു എക്സാമ്പിൾ പറയുന്നത് 10ാം ക്ലാസ്സിൽ എത്തുന്ന ഒരു കുട്ടിയെ കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു, മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ അധ്യാപകർക്ക് ഭയങ്കര ടെൻഷനാണ്. അവർ വല്ലാതെ ആവലാതിയോട് കൂടിയിട്ടാണ് ഒരു പക്ഷെ ആ ഇയർ തുടങ്ങുന്നത്. അതൊന്ന് പൂർത്തീകരിച്ച് അതിന്റെ റിസൾട്ട് ഒന്ന് എന്താവും എന്നുള്ളൊരു ആവലാതിയോടുകൂടി കടന്നു പോകും. പക്ഷേ ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഏർജൻസി ഉള്ള ഒരു വ്യക്തി ചെയ്യുന്നത് അങ്ങനെയായിരിക്കില്ല. തന്റെ കുഞ്ഞ് ഓരോ ക്ലാസ്സുകളിലൂടെയും കടന്നു പോകുമ്പോൾ അവൻ ഏത് രീതിയിലാണ് ആ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഏത് രീതിയിലാണ് ആ കുഞ്ഞ് വളരുന്നത് എന്ന് ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കും. 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴല്ല ഒരു കുട്ടിയുടെ പഠന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് എന്നർത്ഥം. ആ കുഞ്ഞ് സ്കൂൾ കാലഘട്ടം തുടങ്ങുന്നത് മുതൽ, അതല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഓരോ കാര്യങ്ങളും പഠിച്ചു തുടങ്ങുന്നത് മുതൽ
നമ്മൾ ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലൂടെ കടന്നു പോകണം. അവൻ ഓരോ കാര്യങ്ങളും അവനല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യുമ്പോഴും എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, ഏത് രീതിയിലാണ് പഠിക്കുന്നത്, എവിടെയൊക്കെയാണ് പാളിച്ചകൾ പറ്റുന്നത് എന്ന ഓരോ സ്റ്റെപ്പിലൂടെയും കുഞ്ഞ് കടന്നു പോകുന്നത് തിരിച്ചറിയണം. നമ്മൾ ഓരോരുത്തരും ഫിനിഷ് മാനിയ ഉണ്ടെങ്കിൽ ആ ഫിനിഷ് മാനിയയിലേക്ക് എത്തുക, ഒരു ജോലി കിട്ടാൻ ഒരു പക്ഷെ ഒരുപാട് ക്ലാസ്സുകളിലൂടെയും പഠനങ്ങളിലും പോകുന്ന നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടാകും. അത്തരത്തിലുള്ള വ്യക്തികളും ഏത് രീതിയിലാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നത് തിരിച്ചറിയണം. ഒരു ജോലി കിട്ടാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് എടുക്കുന്നത്, ആ തയ്യാറെടുപ്പുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ ബ്ലോക്കുകളാണ് നിങ്ങൾ നേരിടുന്നത് എന്ന് ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലൂടെ, ഒരു സ്റ്റേറ്റ് ഓഫ് ഏർജൻസിയിലൂടെ കടന്നു പോകണം എന്നർത്ഥം. അതിന് ചില സ്റ്റെപ്പുകൾ ഉണ്ട് എന്ന് സൈക്കോളജി പറയുന്നു. ഈ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ അച്ചീവ് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഏർജൻസി വേണം. ഈ സ്റ്റേറ്റ് ഓഫ് ഏർജൻസി അച്ചീവ് ചെയ്യണമെങ്കിൽ ചില സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തത്, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ സ്പെസിഫിക് സ്റ്റെപ്സ്. എനിക്ക് ജോലി കിട്ടണം, ഏത് ജോലി, അത് ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് ആണ്. ഏത് തരം ജോലിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അത് എന്നെ കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ എനിക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടൂ. ഏതെങ്കിലും ഒന്ന് മതിയെങ്കിൽ ഈ സ്റ്റേറ്റ് ഓഫ് ഏർജൻസിയുടെ ആവശ്യമില്ല, ഫിനിഷ് മാനിയാണ് നല്ലത്. അതന്നെ നമ്മളങ്ങ് നേടിയെടുക്കും. നമ്മുടെ ജീവിതത്തിൽ ഒട്ടും സന്തോഷമില്ലാതെ മുന്നോട്ട് പോകും. അപ്പൊ എനിക്ക് ഏത് തരം ജോലിയാണ് വേണ്ടത്, എനിക്ക് ഏത് തരം ലക്ഷ്യമാണ് അച്ചീവ് ചെയ്യേണ്ടത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ നമ്മൾ കണ്ടെത്തും. അതിനു വേണ്ടി മാത്രമായിട്ടുള്ള സ്റ്റെപ്സുകൾ ഫോക്കസ് ചെയ്യണം എന്നർത്ഥം. ഇനി രണ്ടാമത് ചെയ്യേണ്ടത്, കോൺസെൻട്രേറ്റ് ഓൺ ദ തിങ്സ് യു ക്യാൻ ഡു റൈറ്റ് നൗ ടു ഗെറ്റ് ദ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യാൻ എനിക്ക് എന്തെല്ലാം സാധിക്കും എന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെയാവുമ്പോൾ ആ ഫ്ലോയിലേക്ക് പതുക്കെ 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 നമ്മൾ പോകുന്നു എന്നർത്ഥം. അങ്ങനെ ഓരോ ആദ്യം ഫോക്കസ് ചെയ്തു, എനിക്ക് വേണ്ട ലക്ഷ്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പൊ ഈ നിമിഷം എനിക്ക് അതിനു വേണ്ടി എന്ത് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഈ സമയത്ത് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ നമുക്ക് ആവശ്യമുള്ള ആ ലക്ഷ്യത്തിലേക്ക്, ആ അർജൻസിയിലേക്ക് ഒരു ഫ്ലോയിലൂടെ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോൾ മാത്രമേ അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി മൂന്നാമതായിട്ട് ചെയ്യുന്നത്, സ്റ്റാർട്ട് മൂവിങ്. അതിലേക്കായിട്ട് നടന്നു തുടങ്ങുക. അതിലേക്കായിട്ട് നടന്നു തുടങ്ങുമ്പോൾ ചെയ്യേണ്ടത്, നമുക്ക് ഓർക്കേണ്ടത് ഒരു കാര്യം, ഇതെന്ത് കാര്യവും ചെയ്യാൻ തുടങ്ങുമ്പോൾ കൂടുതൽ എനർജി ആവശ്യമാണ്. എനോമസ് എനർജി നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരും എന്നർത്ഥം. അതായത് ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ അത് തുടങ്ങുന്ന സമയത്ത് കൂടുതൽ എനർജി വേണ്ടി വരും. ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ശരിയാണ്, ഒരു പുതിയ ടോപ്പിക്, ഒരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വ്യക്തികൾക്ക് ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ ഒരുപാട് എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരും, ഒരുപാട് സമയം അതിന് കണ്ടെത്തേണ്ടി വരും. പക്ഷെ പോകെ പോകെ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ കുറച്ച് ഒരു 2-3 മാസം കഴിയുമ്പോൾ അവർ ആ ഒരുപാട് എനർജി സ്പെൻഡ് ചെയ്യുന്നതിന് പകരം കുറച്ച് എനർജി കൊണ്ട് അവർക്ക് കൂടുതൽ അത് ഫ്ലോയിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്ന കാണാം. ഒരു 10ാം ക്ലാസ്സിൽ എത്തിക്കുന്ന കുട്ടിയെ നമ്മൾ മുൻകൂട്ടി അതിന്റെ കുഞ്ഞു നാളുകൾ മുതൽ ആ കുട്ടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ഓരോ ക്ലാസ്സുകളിലും ആ കുട്ടി മാനേജ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ കുട്ടിയെ 10ാം ക്ലാസ്സിൽ അതേ എനർജിയോടുകൂടി, തുടക്കത്തിൽ ശരിയല്ലേ, ഒരു കുട്ടി ഒന്നാമതായിട്ട് സ്കൂളിലെത്തി പഠിച്ചു തുടങ്ങുമ്പോൾ, അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ കൂടുതൽ എനർജിയോടെ സ്പെൻഡ് ചെയ്യണം. പക്ഷെ അതൊക്കെ പഠിച്ച് നല്ല ആ ക്ലാസ്സുകളിൽ ആ സ്റ്റെപ്പുകളിലൂടെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അത് മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്നെയുള്ള മുന്നോട്ട് അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഗുണന പട്ടിക പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നീങ്ങുമ്പോൾ വളരെ കുറച്ച് എനർജി മതിയാകും. അപ്പൊ കുഞ്ഞു നാളുകളിലെ ആ കുഞ്ഞ് പഠിക്കുന്നത് ഏത് രീതിയിലൊക്കെയാണ് തിരിച്ചറിയുക. പിന്നീട് ആ കുട്ടിയെ ആ സമയത്ത് സഹായിക്കുമ്പോൾ പിന്നീട് വലിയ ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും അവന്റെ ലക്ഷ്യങ്ങളെ നേരിടാൻ അവൻ പ്രാപ്തമായിട്ടുണ്ടാവും. അവിടെയാണ് സ്റ്റേറ്റ് ഓഫ് ഫ്ലോ നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ ആ കുഞ്ഞിനോടൊപ്പം ജീവിക്കുകയാണ്, നമ്മുടെ ആ ലക്ഷ്യത്തിനോടൊപ്പം നീങ്ങുകയാണ്, നമ്മൾ ജീവിതത്തിനോടൊപ്പം നീങ്ങുകയാണ്. ഈ ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതല്ല, പകരം ജീവിക്കാനുള്ളതാണ്. ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലൂടെ പുഴ ഒഴുകുന്നത് പോലെ താഴെ ചുഴികളും നമ്മെ കാത്ത് ഒരുപാട് പരീക്ഷണങ്ങളും ഇരിക്കുമ്പോൾ സ്റ്റാർട്ട് മൂവിങ് വിത്ത് എനോമസ് എനർജി. തുടക്കത്തിൽ നമ്മൾ ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് എനർജി സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. ജീവിതം എന്ന ഈ ജീവിതത്തെ ഒരുപാട് സ്നേഹിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ
നമ്മൾ ഇത്തിരി ഡെഡിക്കേറ്റ് ചെയ്ത് കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്ത് ആ സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലൂടെ വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാനാകും. പിന്നെ പതുക്കെ 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 ഈ ജീവിതത്തെ ഓരോ നിമിഷങ്ങളും നമ്മൾ വല്ലാത്തൊരു സന്തോഷത്തോടു കൂടി ഒരു ഫ്ലോയിലൂടെ അതിനെ നേടിയെടുക്കാൻ കാണിക്കുന്ന ഊർജം നമുക്ക് തിരിച്ചറിയാനാവും. കീപ് മൂവിങ്, അത് തുടർന്നുകൊണ്ടേയിരിക്കുക, ജീവിച്ചുകൊണ്ടേയിരിക്കുക. വരുന്നത് എന്തിനെന്നാലും അത് വരട്ടെ, അതിന് നേരിടാൻ എനിക്ക് സാധിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് വരിക. കാരണം സ്പിരിച്വൽ സൈക്കോളജി പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ നാളെ രചിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോൾ നമ്മളുടെ ജീവിതം ഏതുവരെയാണ് ഈ ഭൂമിയിൽ ഉള്ളതെന്ന് വെച്ചാൽ ആ നിമിഷം വരെയുള്ള കാര്യങ്ങൾ രചിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് സ്പിരിച്വൽ സൈക്കോളജി പറയുന്നു. പക്ഷെ അതിലൂടെ ഈ ജീവിതത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചു തീർക്കാനല്ലാതെ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലൂടെ പോകണമെങ്കിൽ ഇത്തരം സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സ്റ്റേറ്റ് ഓഫ് ഏർജൻസിയിലേക്ക് നമ്മൾ എത്തും. ഈ സ്റ്റേറ്റ് ഓഫ് ഏർജൻസി അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചറിയാനാകും നമ്മൾ ജീവിക്കുകയാണ്, ഒരിക്കലും ജീവിച്ച് തീർക്കുകയല്ല. അപ്പോ ജീവിതത്തിൽ വരുന്ന ഒരു ചുഴികളെയും നമുക്ക് ഒരു ഭയവുമില്ലാതെ നേരിടാൻ സാധിക്കും. ഇതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടും മോസ്റ്റ് പവർഫുൾ ആയിട്ടും നമുക്ക് നേരിടാൻ പറ്റുന്ന 2 വാക്കുകളുണ്ട്. എന്ത് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോ അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മനസ്സിലൊരു കൺഫ്യൂഷൻ തോന്നുന്ന സമയത്ത് ഡു ഇറ്റ് നൗ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഉച്ചരിക്കുക എന്ന് പറയുന്നുണ്ട്. നീ മുന്നോട്ട് നീങ്ങാൻ അല്ലെങ്കിൽ നീ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എന്റെ കുഞ്ഞ് നന്നായി പഠിക്കണം. അത് 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ റിസൾട്ടിലല്ല ഞാൻ ചിന്തിക്കേണ്ടത്. ഇപ്പോ ഈ നിമിഷം ആ കുട്ടി 2ലോ 3ലോ ആണെങ്കിൽ ഇപ്പൊ ചെയ്യാനുള്ളത് ആ കുട്ടിയുടെ പഠനത്തിന് വേണ്ടി ആ കുട്ടി എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഫീൽ ചെയ്തത്, എന്തെല്ലാം വാക്കുകളാണ് ഉച്ചരിക്കുന്നത് എന്ന് ഇപ്പൊ ചിന്തിക്കുക. ഇപ്പൊ നമ്മൾ അതിലേക്ക് ചിന്തിക്കുമ്പോൾ നാളെ ആ കുട്ടി 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും ഒരു പക്ഷേ അവിടെ പരീക്ഷണങ്ങളൊന്നും അവളെ അല്ലെങ്കിൽ അവനെ ഭയപ്പെടുത്തില്ല. അതിനെ ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലൂടെ കൊണ്ടുപോകാം. കാരണം ഓരോ കാലഘട്ടങ്ങളിലും ഓരോ വർഷത്തിലും നാം ചെയ്തിരിക്കുന്നത് അവനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സഹായവുമായിട്ട് അവരുടെ ഒപ്പം നിൽക്കുമ്പോഴാണ്. ഇനി അവിടെ ഒരു സ്ലോനെസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ജീവിതം വളരെ പതുക്കെയായിട്ട് പോകുന്നുണ്ട് എന്ന് ചെയ്യുമ്പോൾ ബാക്ക് ടു വർക്ക്, ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ച് ബാക്ക് ടു വർക്ക് എന്ന് എപ്പോഴും ചെയ്യുന്ന ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആലോചിക്കാവുന്ന കാര്യം അടുത്ത വാക്കുകളായിട്ട് കൂട്ടിച്ചേർക്കുന്നത് ബാക്ക് ടു വർക്ക്. അതായത് എന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതും ഉച്ചരിക്കണം എന്ന് പറയുന്നു. ഇപ്പൊ ചെയ്യാൻ എനിക്ക് നാളെ ഒരു ജോലി കിട്ടണം, അതിനുവേണ്ടി ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? നാളെ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പരീക്ഷ ഒക്ടോബറിലായിരിക്കും. ഒക്ടോബറിലേക്ക് ഞാൻ ഒക്ടോബർ തലേന്ന് വരെ ചിന്തിച്ചാൽ പറ്റില്ല. ഇപ്പൊ എനിക്ക് ചിന്തിക്കാൻ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക. ഇനി ബാക്ക് ടു വർക്ക്, അവിടെ എന്തെങ്കിലും ഒരു സ്ലോനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്നുണ്ടെങ്കിൽ, അവിടെ ഒരു ലാഗിങ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്ക് ടു വർക്ക്, എന്റെ ലക്ഷ്യത്തിലേക്ക് പോവാൻ ഞാൻ വീണ്ടും തിരിച്ച് അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നു. ഇത്തരത്തിൽ കുഞ്ഞു കുഞ്ഞു സിമ്പിൾ ടെക്നിക്ക് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമേ, അത് നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ജീവിതം ജീവിച്ചു തീർക്കാനല്ലാതെ അത് സന്തോഷത്തോടെ ഓരോ നിമിഷവും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് ഒരു പുഴ ഒഴുകുന്നത് പോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓർക്കുക, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ സ്റ്റെപ്പ് വേണമെന്ന് ഓർത്തെടുത്ത് എഴുതുക. അത് എഴുതി വെക്കുമ്പോൾ അതിലേക്കായിട്ട് ഇപ്പൊ ഈ നിമിഷം ഞാൻ എന്ത് ചെയ്യണം എന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. തുടക്കത്തിൽ നമ്മൾ എന്ത് അച്ചീവ് ചെയ്യാൻ, ഒരു ഹാബിറ്റ് പോലും നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തിരി കൂടുതൽ എനർജി അവിടെ സ്പെൻഡ് ചെയ്തേ മതിയാവും. എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തിങ്കിങ് ആയിട്ട് ചിലപ്പോൾ ആലോചിച്ച് നമ്മൾ കണ്ടെത്തേണ്ടി വരും. അതൊരു എനർജി പ്രോസസ്സാണ്. തുടക്കത്തിൽ നമ്മൾ ഒരു എനർജി കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ശരിയല്ല, ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനർജി കൂടുതൽ വേണം. പക്ഷെ അത് തുടങ്ങിയാലോ ആ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ അത്രയും എനർജി അതിന് വേണ്ട. അതൊരു ഫ്ലോയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരു പുഴ ഒഴുകുന്നത് പോലെ താഴെ ഒരുപാട് ചുഴികളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പുഴ ഒഴുകുന്നത് പോലെ ഈ ജീവിതത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ് ഓഫ് ഏർജൻസി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലൂടെ കടന്നു പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ.
ഓക്കെ, താങ്ക് യു പ്രവീണ മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. ഇനി ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനുള്ള സമയമാണ്, നിങ്ങൾക്ക് അറിയാം. സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഇബ്രാഹിം സർ. ഇബ്രാഹിം സർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? സാറുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടല്ലോ. ഉണ്ട് സർ, ഉണ്ട്. ഓക്കെ. ഓക്കെ. നേരത്തെ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഞാൻ പേര് വിളിക്കുന്നവര് റെഡി ആണെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. എല്ലാവരും ഇന്നലെ മഴ പെയ്തോ? ഓ, പെഴുതു. അതിന്റെ ഒരു സുഖത്തിൽ എല്ലാവരും ഇരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മയക്കമുണ്ടോ? ആ മഴയുടെ ഒരു ഇതില് നല്ലൊരു മയക്കത്തിലായിരിക്കും അല്ലേ? അതെ, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എല്ലാവരും ഉറങ്ങിപ്പോയോ അതും അറിയില്ല. ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലേക്ക് പോയോ? ശ്രീഷ്ണ മാം. ഹലോ ശ്രീഷ്ണ മാം. ഹായ് മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ മാം. ഹായ് പ്രവീണ മാം, നല്ലൊരു സെഷൻ ആയിരുന്നു. ലാസ്റ്റ് സെഷനുമായിട്ട് ശരിക്കും കണക്റ്റഡ് ആയിരുന്നു. ഫിനിഷിംഗ് മാനിയ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും അതുപോലെ തന്നെ നമ്മൾ ലൈഫിൽ എപ്പോഴും ഒരു അർജൻസി ആയിട്ടാണ് എല്ലാ സിറ്റുവേഷനും കാണുന്നത്. ഈ ഒരു മൊമെന്റ് എങ്ങനെ പെട്ടെന്ന് തീർക്കാം, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ആ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്നുള്ളത് മാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു. എങ്ങനെയാണ് ആ ഒരു മൊമെന്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത്. നല്ലൊരു സെഷൻ ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സുഷ്മ, താങ്ക് യു. ഹലോ Thank you. പ്രവീണ മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്ത് പറയുന്നു? ഹെൽത്തി ആയിട്ടിരിക്കുന്നു. പറയാനാണ്, പുഴ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക. ഞാൻ ഡിസ്ചാർജ് ചെയ്തു, സ്റ്റിച്ചൊക്കെ എടുത്തു, വീട്ടിലിരിക്കുന്നു. പിന്നെ ഇപ്പൊ ഏറ്റവും വലിയ വിഷയം മൊബൈൽ യൂസ് ചെയ്യാൻ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ വിഷയം. പിന്നെ നല്ല ക്ലാസ്. ഞാൻ സത്യം പറഞ്ഞ ഇന്ന് ലോ ഓഫ് അട്രാക്ഷൻ നാളെ തൊട്ട് കയറാവുന്ന ഓർത്താ ഇരുന്നേ. അപ്പൊ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് ആണ്, മിസ്സാകണ്ടല്ലോ എന്ന് ഓർത്ത് ജസ്റ്റ് ക്ലാസിന്റെ സമയത്തുനിന്ന് കയറിയത്. അപ്പോഴാ മാമിനെ കണ്ടത്. എന്നാ പിന്നെ കയറിയേക്കാവെന്ന് വെച്ച് മാമിന്റെ ക്ലാസ്സിന് കയറി. വളരെ നല്ലൊരു സെഷൻ ആണ്. പക്ഷെ ഇത് നമ്മുടെ എന്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ആയി. പക്ഷെ ശരിക്കും മാം ഇപ്പൊ എടുത്ത ക്ലാസ് എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾക്ക് വളരെ നല്ലൊരു ടോപ്പിക്കാണ്. അവരുടെ ലൈഫിലേക്ക് ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവര് മാം ഇപ്പം പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്താൽ നല്ലതാണ്. പക്ഷെ വലിയ പാടാണ് ഇപ്പോഴത്തെ ആൾക്കാരെ കൊണ്ടൊന്ന് ഫോളോ ചെയ്യിക്കാൻ. അതാണ് ഒരു വശം. ശരിയല്ലേ? പിള്ളേർക്ക് തന്നെ തോന്നണം. പേരൻസ് എത്ര പറഞ്ഞാലും അവര് ചെയ്യണമെന്നില്ല. പ്രത്യേകിച്ച് ഒരു ടീനേജ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും പിള്ളേര് പറഞ്ഞാൽ കേൾക്കത്തില്ല. കൊച്ചു പിള്ളേര് പിന്നെയും പറഞ്ഞാൽ കേൾക്കും. എന്താണെങ്കിലും നല്ലൊരു ഈ ഓപ്പണിംഗ് സെഷൻ നമുക്ക് ഇനിയാണേലും എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ ജീവിതത്തിൽ പറ്റും. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീലമ്മ. ശ്രീലമ്മ പറഞ്ഞത് കേട്ടല്ലോ, ഇത് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ഈ കുട്ടികൾക്ക് വളരെ നല്ലതാണെന്ന് പറയുമ്പോൾ അവര് കേൾക്കുന്നില്ല, ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ മാത്രം കുറ്റപ്പെടുത്തിയുകൊണ്ട് കാര്യമില്ല. കാരണം അവർ പഠിക്കുന്നതെല്ലാം അവരുടെ അച്ഛനെയും അമ്മയും ഒക്കെ ചുറ്റുമുള്ള വ്യക്തികളെയും ഒക്കെ കണ്ടുപഠിച്ചിട്ടാണ് അവര് ഇന്നത്തെ ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരൊരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലേക്ക് വരണമെങ്കിൽ പാരന്റ്സ് ആദ്യം ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലൂടെ കടന്നു പോകണം. അതായത് ആ കുഞ്ഞ് പഠിക്കുന്ന കാലഘട്ടം മുതൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അവളെ ഏതൊക്കെ രീതിയിലാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയാനാവും. അത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുട്ടികൾക്ക് ഒരിക്കലും ഒരു പ്രശ്നത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഫിനിഷ് മാനിയോ ഒന്നും ഉണ്ടാവില്ല. അവരതിനെല്ലാം വളരെ തന്മയത്തോടു കൂടി കടന്നു കൊണ്ടുപോകും. തീർച്ചയാണ്. ഷീല മാം പറഞ്ഞ മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് മൊബൈൽ റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതും ഒരു ഫിനിഷ് മാനിയാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കണം എന്നൊരു ഫിനിഷ്
മാനിയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഇപ്പോ അതങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെന്ന് എന്ന് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അപ്പോ മൊബൈൽ യൂസ് ചെയ്യണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു ടൈം വെച്ച് മാക്സിമം നമ്മളെ അത് പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നർത്ഥം. കാരണം ആഫ്റ്റർ ഓൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അവർ തരുന്നത്. ദിസ് ഈസ് സ്റ്റേറ്റ് ഓഫ് ഫ്ലോ. എന്തിനു വേണ്ടിയിട്ട്? എന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ഫ്ലോയ്ക്കൊപ്പം നമുക്ക് ഒഴുകാൻ ശ്രമിക്കാം എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചപ്പെടുത്തുക എന്നർത്ഥം. ഒരു വഴിക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ശക്തമായിട്ടുള്ള ഒരു മഴ പെയ്യുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ഓ ആകെ നശിച്ച, ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നശിച്ച ഒരു മഴ എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു നിമിഷം ആ മഴയൊന്ന് ഒതുങ്ങുന്ന വരെ കാത്തിരിക്കുക. ചിലപ്പോൾ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കും അപ്പോ ആ മഴ പെയ്തത്. നിങ്ങളൊന്ന് ഇരിക്കൂ, നിങ്ങളെ സുരക്ഷിതരാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം ഒരു ആ സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി പോയേ പറ്റൂ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുക. ഇതൊരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ആണ്. ഇതാണ് സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ആ സമയത്ത് വരുന്നതിനെ എന്ത് ചുഴിയും പരീക്ഷണങ്ങളും ഉണ്ടെങ്കിലും അതിന് ഞാൻ തയ്യാർ, അല്ലെങ്കിൽ എഴുതപ്പെട്ട അവസരങ്ങൾക്ക് വേണ്ടി, പരീക്ഷണങ്ങൾക്ക് വേണ്ടി ശക്തിയുള്ള മനസ്സും ശരീരവുമായി മുന്നോട്ട് നീങ്ങാൻ കഴിയണമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി ആ സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലേക്ക് നീങ്ങുക എന്ന് സൈക്കോളജി പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ശീലമാ പറഞ്ഞതുപോലെ ഇത്തിരി എനോമസ് എനർജി നമ്മൾ ചെലവാക്കിയാലും പിന്നീടുള്ള ഓരോ നിമിഷത്തെയും ഒരു പുഴ ഒഴുകുന്നത് പോലെ ശാന്തമായി കാണുന്നത് പോലെ നമുക്ക് മുന്നോട്ട് ഒഴുകാൻ സാധിക്കും. തീർച്ചയായും. Okay, thank you, Srishna ma'am and Sheila ma'am. Thank you so much. ഇനിയും ഞാൻ പേര് വിളിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് മുന്നോട്ട് വരുന്നോ? റെഡി ആയിട്ടുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. മണി സർ. ഹാപ്പി മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു. എന്ത് കാര്യം ചെയ്യുമ്പോഴും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഈ ക്ലാസ് ഉണ്ടായത്. നമ്മൾ ഒരു സ്റ്റേറ്റ് ഓഫ് അർജൻസി അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് അർജൻസി ഉണ്ടാകുക, അതിന് ഒരു ഫ്ലോ ആയിട്ട് നമ്മൾ ഒഴുക്കോട് കൂടിയിട്ട് ആ ജോലി ആയാലും ശരി, എന്ത് കാര്യമായാലും ശരി, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ അത് നടന്ന് നീങ്ങുക, അതിലേക്ക് ഒരു തുടക്കം കുറിക്കുക, അത് അങ്ങോട്ട് മൂവ് ചെയ്ത് പോവുക എന്നുള്ളത്. അപ്പം മാം പറഞ്ഞതുപോലെ തുടക്കത്തിനാണ് കുറച്ച് എനർജി ആവശ്യം ഉണ്ടാകുക. ഇപ്പൊ എന്ത് പ്ലെയിൻ ടേക്ക് ഓഫ് ആയാലും ശരി, ബസ് സ്റ്റാർട്ടിൽ എനർജി കൂടുതൽ വേണ്ടത്, അല്ലെങ്കിൽ എഞ്ചിനായാലും ശരി, ആ തുടക്കത്തിനാണ് കൂടുതൽ എനർജി ആവശ്യമുണ്ട്. അതിനുശേഷം അതിന്റെ ആ ഫ്ലോയിൽ അങ്ങനെ പോയിക്കോളൂ. ഞാൻ പറഞ്ഞതുപോലെ ഒരു പുഴ ഒഴുകുന്ന മാതിരി ആസ്വദിച്ചിട്ട് അത് ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് നടന്ന് നീങ്ങുമ്പോൾ നമുക്ക് അതിൽ സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു ഫിനിഷിങ് സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. വളരെ ഒരു നല്ലൊരു പോയിന്റ്, വളരെ നല്ല എക്സാമ്പിളോട് കൂടിയിട്ട് മാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോൾ അത് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മ വരുന്നത്, ഡു ഇറ്റ് നൗ എന്നുള്ളത് തന്നെയാണ്. ഉടനെ തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അഥവാ എന്തെങ്കിലും ഡിസ്ട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു തടസ്സമെല്ലാം വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും കറക്റ്റ് ചെയ്ത് ബാക്ക് ടു വർക്ക് എന്നുള്ള ആ ഇതിലെ സ്റ്റേറ്റിലേക്ക് എത്തുക, വീണ്ടും അത് തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ ബ്ലോക്കാ വരിക എന്നുള്ളത് മനസ്സിലാദ്യം കണ്ടിട്ട് ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് അത് തരണം ചെയ്തുകൊണ്ട് അതിലേക്കുള്ള ഒരു പ്രവർത്തനം, ആക്ഷൻസ് ആണ് ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യമാണ് മനസ്സിലായത്. അതെല്ലാം നല്ല ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സർ. ഇത്ര ഭംഗിയായിട്ട് അത് എല്ലാ പോയിന്റുകളും കൂട്ടിച്ചേർത്ത് അത് നമ്മളെ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും കൂടുതൽ മനസ്സിലാക്കാൻ സാർ ഉൾക്കൊണ്ട ആ കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മണി സർ. താങ്ക് യു സോ മച്ച്. ഷാജൻ സർ. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കുട്ടികൾക്കുള്ളതായിട്ടല്ല എനിക്ക് തോന്നിയ, കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു ക്ലാസ് തന്നെയാണ്. ശരിക്ക് ആ ഫസ്റ്റ് ഡേ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു എനർജി നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലോയിൽ അങ്ങോട്ട് പൊക്കോളും. അത് ആ പുഴ ഒഴുകണ പോലെ നല്ല ഫ്ലോയിൽ അങ്ങോട്ട് പൊക്കോളും. അത് ഉറപ്പ്. നല്ലൊരു ഭാഗത്ത് തന്നെയാണ് മാഡം പറഞ്ഞത്. അത് കാരണം പലപ്പോഴും നമ്മൾ ഒരു ലക്ഷ്യം വെക്കാതെ പ്രവർത്തിക്കുമ്പോൾ അന്നത്തെ ദിവസം പോക്കാണ്. അന്നത്തെ ദിവസം വളരെ നമുക്ക് എനർജി കുറയുന്നത് കാണാൻ പറ്റുന്നുണ്ട്.
പക്ഷെ ഓരോ ദിവസവും നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ ആ എനർജി ലെവൽ കുറയാതെ വൈകുന്നേരം വരെയോ രാത്രി വരെയോ ഒക്കെ ആ എനർജി ലെവൽ നമുക്ക് അതേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് നല്ലൊരു സന്ദേശമാണ്, കുട്ടികൾക്കുള്ളതല്ല നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു സന്ദേശം തന്നെയാണ്. വളരെ നന്നായിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ എനർജി ലെവല് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ഒന്നുകൂടി ആ റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എത്താൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മൈൻഡ് ചിലപ്പോൾ ഡൈവേർട്ടായി പോകും പല കാര്യങ്ങളിലും. അപ്പോൾ നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും കൊണ്ടുവരാനുള്ള ആ ഒരു സെഷൻ ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തൽ വളരെ നല്ല രീതിയിൽ തന്നെ. ഞങ്ങൾക്കറിയാം പ്രോഗ്രാമിന്റെ ക്ലാസ് ഒന്നും നമുക്ക് മൈൻഡിൽ തട്ടാതെ പോകില്ല. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സാഗർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷാജിൻ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഷൈനി മാം. ഗുഡ് മോർണിംഗ് മാം. ക്ലാസ്സിന്റെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഗുഡ് മോർണിംഗ് മാം. കുറച്ച് കഴിഞ്ഞിട്ടാണ് കയറാൻ പറ്റിയത്, ഒരു യാത്ര കഴിഞ്ഞിട്ട് വരായിരുന്നു. എന്തായിരുന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു മാം. ഏതാന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാം ഒക്കെ എഴുതുന്ന കൂട്ടത്തിലൊക്കെ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം SI ലിസ്റ്റിൽ ഇപ്പൊ നിലനിൽക്കുന്ന ലിസ്റ്റിൽ 21ാമത്തെ റാങ്കിൽ വന്നു. പക്ഷെ എന്തോ ഒരു ചെറിയ ഭാഗ്യക്കേട് കൊണ്ട് നമുക്ക് മാറിപ്പോയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനതങ്ങ് മടിച്ചിട്ട് പിന്നെ ഞാനങ്ങ് വിട്ടു. ഇനി നമുക്കൊന്നും അത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തോ അതിലേക്ക് എനിക്ക് പിന്നെ പോകാൻ പറ്റിയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത്രയൊക്കെ ഞാൻ എത്തിയതല്ലേ, ഇനി എന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് വീണ്ടും എടുത്ത് പഠിക്കുക, ഇടയ്ക്കിടയ്ക്ക് പഠിക്കുക, ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വിട്ടു, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഈ ക്ലാസ്സിൽ ഇവിടെ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു ബ്ലോക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ശരിക്കും അതിനെ എന്താണ് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലൂടെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി എനിക്ക് മാറ്റത്തിലേക്ക് വരാൻ കഴിയുമെന്നുള്ളത് മനസ്സിലായി. അതാണ്. താങ്ക് യു. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. എപ്പോഴും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് എപ്പോഴും ഞാൻ എടുക്കുന്നത്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഷൈനിയും സാഗറും പറഞ്ഞത് ഒരു കാര്യമാണ്, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടില്ല, അല്ല നമുക്ക് വേണ്ടിയിട്ടുള്ള, നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന കാര്യങ്ങൾ. ഞാനവിടെ കുട്ടികൾ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു പ്രോസസ്സ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ആ ഒരു ലക്ഷ്യം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴികളെ കുറിച്ച് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. ആ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഇപ്പൊ ഷൈനി പറഞ്ഞു എനിക്ക് ആ ലിസ്റ്റിൽ പെട്ടതായിരുന്നു, പക്ഷെ ഭാഗ്യക്കേട് കൊണ്ട്. അവിടെ ഭാഗ്യക്കേടൊന്നും അല്ലാന്നേ, ഭാഗ്യം ഉണ്ടായത് കൊണ്ടാണ് 21ാമത്തെ റാങ്ക് കിട്ടിയത്. പിന്നെ എന്തുകൊണ്ട് അപ്പൊ കിട്ടിയില്ല എന്ന് വെച്ചാൽ ചിലപ്പോ അതിനും ബെറ്റർ ആയിട്ട് യൂണിവേഴ്സ് എനിക്ക് എന്തോ കരുതി വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവിടെ എത്താൻ ഞാൻ എന്തൊക്കെയോ ശ്രദ്ധയിൽ പെടുത്താത്തത് കൊണ്ടായിരിക്കാം. ഇങ്ങനെ ഓരോന്നിനെ നമ്മളുണ്ടല്ലോ ഇങ്ങനെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ കാര്യമല്ല, ചില സമയത്ത് അങ്ങനെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ അത് നഷ്ടങ്ങളായിട്ട് കാണാതെ ഇതിലും ബെറ്റർ ആയിട്ട് വരാതിരിക്കാനുണ്ടെന്നേ. കാരണം ഫ്യൂച്ചർ എന്താ നമ്മൾ അറിയില്ല, നമുക്കറിയില്ല. ഷൈനി പറഞ്ഞ പോലെ 21ാം റാങ്ക് കിട്ടി ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് കയറി ജോലി കിട്ടിയെന്നിരിക്കുക. ചിലപ്പോൾ അത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്ക് നല്ലതായിരിക്കില്ല എന്നുണ്ടായിരിക്കാം. മറ്റെന്തോ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം എന്നങ്ങ് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോണ്ടല്ലോ നമുക്ക് അനുകൂലമായത് മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ എന്നുള്ളത് തീർച്ചയാണ്. കാരണം എല്ലാത്തും എഴുതപ്പെട്ട് കഴിഞ്ഞു. ഒരു പക്ഷെ ഷൈനി എന്ന് കയറണമെങ്കിൽ അത് എഴുതിയിട്ട് ഉണ്ടായിട്ടില്ല, എഴുതി വെച്ചിട്ടില്ല എന്ന് ഷൈനി കയറണമെന്ന്. ഷൈനി മറ്റെന്തിലേക്കോ ഒന്ന് നയിക്കപ്പെട്ട് കൊണ്ടിരിക്കുകയാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ആ ഫ്ലോയിലൂടെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കും. കാരണം ഷൈനി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്ന എനർജി ഇനി ഒരു എക്സാമിന് വേണ്ടി വരില്ല. ആ ഒരു എനർജിയെ മൂവ് ചെയ്യിച്ചാൽ മതി. ഡു ഇറ്റ് നൗ, ബാക്ക് ടു വർക്ക്. വീണ്ടും തിരിച്ചതിലേക്ക് പോയി ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഇതിലും ബെറ്റർ ആയിട്ട് എന്തോ അവിടെ കാത്തിരിപ്പുണ്ടെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. അത് യൂണിവേഴ്സിന്റെ തീരുമാനമാണ്, സ്വീകരിക്കുക. ഓക്കെ, താങ്ക് യു മാം. കാരണം ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ, അതുകൊണ്ടാണ് എനിക്കത് അങ്ങനെ പറയാൻ എനിക്ക് പറ്റിയത്. ഇറ്റ്സ് ഓക്കെ. ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കാതെ പോകുമ്പോൾ ശരി ഇതിനും വലുതെത്തോ നല്ലത് എനിക്ക് വരാനിരിപ്പുണ്ട്. നമ്മൾ കാണുന്ന ജോലിയാണ്, കിട്ടുന്ന ജോലിയാണ് വലുത്, അല്ല ഈ ജീവിതമാണ് വലുത്. അതിനെ സന്തോഷത്തോടുകൂടി ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. തീർച്ചയായും മാം. ഓക്കെ, താങ്ക് യു ഷൈനി മാം, താങ്ക് യു പ്രവീണ മാം. ഇനി ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം?
ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഫൈൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ പ്രവീണ മാം? ഓക്കെ മുഫീദ, ഒരു കാര്യം കൂടി. ഇപ്പോ ഷൈനി തന്റെ ജീവിതത്തിൽ ഒരു കാര്യവുമായിട്ട് ഇന്നത്തെ ടോപ്പിക് കണക്ട് ചെയ്തു. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഓരോ ടോപ്പിക് നമ്മൾ കേൾക്കുമ്പോൾ എന്റെ ജീവിതവുമായിട്ട് ഇതിനെന്തോ ഒരു ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് ഞാനിത് കേട്ടത്. ഇപ്പൊ ഷീലമാൻ പറഞ്ഞതുപോലെ ഇന്ന് ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് കളയണ്ടെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പൊ ഇത് കേൾക്കാൻ ഒരു കാരണമുണ്ട്. ആ കാരണം അതുകൊണ്ടാണ് നമ്മൾ ഇത് കേട്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ് ഇതുപോലെ നിങ്ങൾ കേൾക്കുന്ന ഓരോ ക്ലാസ്സും നിങ്ങളിലേക്ക് മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടതെങ്കിൽ ഇത് കേൾക്കാൻ ഒരു കാരണമുണ്ട്. അത് നമ്മുടെ ലൈഫിനെ കണക്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ ചെയ്യുന്നതും അങ്ങനെയാണ്. ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ ഇതെടുക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഈ ടോപ്പിക് ഇന്ന് വന്നത് എന്തുകൊണ്ടാണ്? ഒരു പക്ഷെ ഇത് എന്നെ സഹായിക്കാനുള്ള ഒരു ടോപ്പിക് ആയിരിക്കും. അപ്പൊ അതിന് സന്തോഷത്തോടു കൂടി എടുക്കുമ്പോൾ അതിലും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാൻ എനിക്ക് യൂണിവേഴ്സ് വഴി ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെ എന്നെയും മുന്നോട്ട് പോകാൻ വഴിയൊരുക്കിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പൂർണ്ണമായിട്ടും ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു പ്രവീണ മാം. അപ്പം ഇനിയുള്ള സെഷനിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കാര്യം, നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കാര്യം റിലേറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. എനിവേ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാവരും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിച്ചു. സോ ഈ ഒരു സെൻസ് ഓഫ് അർജൻസി നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുള്ള പ്രവീണ മാമിനും ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും once again thank you all. Thank you so much. Have a nice day. Bye all. Thank you, Pravina ma'am. Thank you all. Thank you മാം. Thank you very much. Thank you, ma'am.